നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസിം മുനീറിലേക്ക് കൂടുതൽ അധികാരം കേന്ദ്രീകരിക്കുന്ന തരത്തിൽ പാകിസ്ഥാൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. 27ാം ഭേദഗതി പ്രകാരം കരസേന മേധാവിയുടെയും സായുധ സേനയുടെ കമാൻഡറുടെ നിയമനത്തെ നിയന്ത്രിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 മാറ്റം വരുത്താനാണ് നീക്കമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടെ സൈന്യത്തിന് കൂടുതൽ അധികാരം കിട്ടാനാണ് സാധ്യതയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഭരണഘടനാ ഭേദഗതി ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ഷെഹ്ബാസ് ഷെരീഫ് സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. 27ാം ഭേദഗതിക്ക് പിന്തുണ തേടി സർക്കാർ തന്നെ സമീപിച്ചതായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവി ബിലാവൽ ഭൂട്ടോ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഭരണഘടനയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചില സംശയങ്ങളൊക്കെ തുടങ്ങിയത്. പാകിസ്ഥാൻ പാർലമെന്റിന്റെ ഉപരിസഭയായ സെനറ്റിൽ സംസാരിക്കവേ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറും റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഭരണഘടന മാറ്റാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷമായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫ് പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തു. മെയ് മാസത്തിൽ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നാണ് കരസേനാ മേധാവി അസിം മുനീറിനെ പാകിസ്ഥാൻ ഫീൽഡ് മാർഷലായി നിയമിച്ചത്. പിന്നാലെ പാകിസ്ഥാന്റെ രാഷ്ട്രീയ രംഗത്ത് അസിം മുനീർ പിടിമുറുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. US ഉൾപ്പെടെയുള്ള പല വിദേശ സന്ദർശനങ്ങളും അസിം മുനീറാണ് പ്രതിനിധി സംഘത്തെ നയിച്ചിരുന്നത്. അതേസമയം ഈയിടയ്ക്ക് ഇന്ത്യക്കെതിരെ വീണ്ടും ഒരു പരോക്ഷ ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ രംഗത്ത് വന്നിരുന്നു. പുതിയ പ്രകോപനം ഉണ്ടായാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിരിക്കും പാകിസ്ഥാന്റെ പ്രതികരണമെന്ന് അസിം മുനീറിന്റെ ഭീഷണി. ഭൂമിശാസ്ത്രപരമായ വിശാലത നൽകുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ മിഥ്യാധാരണയെ പാക് സൈന്യം തകർത്തെറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയൊരു സംഘർഷത്തിന് തുടക്കമിട്ടാൽ പാകിസ്ഥാന്റെ പ്രതികരണം അത് തുടങ്ങിവെച്ചൊരു പ്രതീക്ഷകൾക്കപ്പുറത്തായിരിക്കും. ഏറ്റുമുട്ടലും ആശയവിനിമയ മേഖലയും തമ്മിൽ വേർതിരിവ് കുറയും. ഇതോടെ പാക് യുദ്ധോപകരണങ്ങളുടെ പ്രഹര പരിധിയും സംഹാരശേഷിയും കടുത്തതായിരിക്കുമെന്നും അസിം മുനീർ വ്യക്തമാക്കി. ഭൂമിശാസ്ത്രപരമായ വിശാലതയുടെ പേരിൽ ഇന്ത്യക്കുള്ള സുരക്ഷിത ബോധത്തെ അവ തകർത്തെറിയുമെന്നാണ് അസിം മുനീർ പറഞ്ഞിരിക്കുന്നത്. കാഗുലിലെ പാക് മിലിറ്ററി അക്കാദമിയിൽ സൈനിക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആണവവൽകൃതമായ ലോകത്ത് യുദ്ധത്തിനിടമില്ല, എങ്കിലും ചെറിയൊരു പ്രകോപനം പോലും നിർണായകവും അതിശക്തവുമായ പ്രതികരണത്തിനിടയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അരാജകത്വത്തിനും അസ്ഥിരതയ്ക്കും കാരണക്കാരായവരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായിരിക്കും പ്രതികാര നടപടികളിൽ കൂടി ഉണ്ടാകുന്ന ആഘാതം. സൈനികവും സാമ്പത്തികവുമായ കനത്ത നഷ്ടമുണ്ടാകും. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇന്ത്യക്കായിരിക്കുമെന്നും അസിം മുനീർ പറഞ്ഞു. പാകിസ്ഥാൻ അതിർത്തിയിൽ താലിബാൻ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കെയാണ് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയത്. 48 മണിക്കൂർ വെടിനിർത്തൽ നീട്ടാൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ധാരണയിലെത്തിയിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്ക് പിന്നാലെ ഡ്യൂറൻസ് ലൈനിനോട് ചേർന്നുള്ള പക്തിക പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് വീണ്ടും പ്രകോപനങ്ങളിലേക്ക് നയിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.